തമിഴ്നാട്ടിലും ഓപ്പറേഷൻ തൂഫാൻ. ചിലപ്പോൾ ഓപ്പറേഷൻ തൂഫാൻ എന്ന പേരായിരിക്കത്തില്ല, ഓപ്പറേഷൻ സിംഹം എന്നൊക്കെ ആയിരിക്കും. ഓപ്പറേഷൻ സിംഗപ്പെണ്ണെന്ന് പറഞ്ഞാൽ അവിടെ തമിഴ്നാട് പോലീസ് ഉണ്ടാക്കിയിട്ടുണ്ട്, പിങ്ക് പോലീസ്. അതുപോലെ ഇനിയിപ്പോൾ എന്തെങ്കിലുമൊക്കെ സംവിധാനങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ ഗൗരവതരമായ ഒരു വിഷയം എന്നുള്ള നിലയിൽ കേരളത്തിലെ ഓപ്പറേഷൻ തൂഫാനിൽ 2 വാർത്തകൾ നമുക്ക് പ്രേക്ഷകരോട് പങ്കുവെക്കാനുണ്ട്. ഒന്ന്, സ്പെഷ്യൽ ടീം ഒരു സേനയെ തന്നെ പെരുമ്പാവൂരിലേക്ക് വിട്ടിരിക്കുകയാണ്. അപ്പോൾ പെരുമ്പാവൂരിൽ ഒരു സ്പെഷ്യൽ സേന ഉണ്ടാകും. എന്തിനു വേണ്ടി? നമ്മുടെ പിന്നെ ഇതിനു വേണ്ടി. ഏതിനു വേണ്ടി? പിന്നെ പെരുമ്പാവൂരിലെ ലഹരി പദാർത്ഥങ്ങൾ പിടിക്കുന്നതിന് വേണ്ടി ഒരു സെപ്പറേറ്റ് സേനയെ തന്നെ നിയോഗിച്ചിരിക്കുകയാണ്. അതുപോലെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, തമിഴ്നാട്ടിലേക്ക് പോയിരിക്കുകയാണ്. തമിഴ്നാട് മുഖ്യമന്ത്രി വിജയ് അണ്ണനുമായി, ഇളയ ദളപതിയുമായി രമേശ് ചെന്നിത്തല ചർച്ചയ്ക്ക് ഡേറ്റ് എടുത്തിട്ടുണ്ട്. അവർ ചർച്ച ചെയ്യുമ്പോൾ 2 കാര്യങ്ങളാണ് ആലോചിക്കുന്നത്. ഒന്ന്, തമിഴ്നാട്ടിൽ ഇതെങ്ങനെ നടപ്പിലാക്കുമെന്നുള്ളതിനെക്കുറിച്ച് കേരളത്തിൻ്റെ എക്സ്പീരിയൻസ് കൊടുക്കാം എന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് വിജയ്ക്ക് വലിയ, കാരണം ഒരു രാജ്യത്ത് എവിടെയെങ്കിലും ഒരു സ്റ്റേറ്റിൽ ഒരു കാര്യം നടപ്പിലാക്കിയാൽ അതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് അടുത്ത സ്ഥലം കിട്ടുമല്ലോ. അപ്പോൾ അങ്ങനെ കേരളത്തിൽ നടപ്പിലാക്കിയ ഓപ്പറേഷൻ തൂഫാൻ എന്ന് പറയുന്ന പരിപാടിയെ തമിഴ് പതിപ്പ് വരാൻ പോകുന്നു. അപ്പോൾ അത് ഒന്നാമത്തെ വിഷയം. രണ്ടാമത്, തമിഴ്നാട്ടിൽ നിന്നും ധാരാളം എന്ത് കേരളത്തിൽ വരുന്നുണ്ട്, ഈ റൂട്ട് വഴി ചെന്നൈയിൽ നിന്നും ബാംഗ്ലൂരിൽ നിന്നൊക്കെ വരുന്ന വഴിക്ക് ചെന്നൈയിൽ നിന്നുമൊക്കെ ധാരാളമായി എന്ത് വരാറുണ്ട്, ഈ ലഹരി വസ്തുക്കൾ കേരളത്തിൽ വരാറുണ്ട്. അപ്പോൾ അതും വലിയൊരു പ്രതിസന്ധിയാണ്. അപ്പോൾ ആ പ്രതിസന്ധിയും നമ്മൾ സീരിയസ് ആയിട്ട് നോക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും വളരെ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ് നടക്കുന്നത്. തമിഴ്നാട്ടിൽ അണ്ണൻ വളരെ വലിയ പരിഷ്കാരങ്ങളാണ് ഓരോ ദിവസം നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. കുട്ടികൾക്ക് വേണ്ടി, സ്ത്രീകൾക്ക് വേണ്ടി, അതുപോലെ വലിയ പരിഷ്കാരങ്ങളാണ് നടപ്പിലാക്കുന്നത്. ആ പരിഷ്കാരത്തിൽ അണ്ണൻ ലഹരി പദാർത്ഥങ്ങൾ ആൾറെഡി അവിടെ നിരോധിച്ചു, അത് വേറെ കാര്യം. എന്നാലും ഓപ്പറേഷൻ തൂഫാൻ്റെ ഭാഗമായി തമിഴ്നാട്ടിലും ബോധവൽക്കരണ പ്രവർത്തനങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. എന്തായാലും കേരളത്തിൽ വളരെ ഗൗരവമായി ഓപ്പറേഷൻ തൂഫാൻ പോകുന്നു. ആയിരക്കണക്കിന് കോടി രൂപയുടെ പിന്നെ ലഹരി വസ്തുക്കളാണ് പിടിക്കുന്നത്. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു സംവിധാനത്തിൽ എന്നുള്ള നിലയിൽ വളരെ സീരിയസ് ആയിട്ടുള്ള ഒരുപാട് പ്രോജക്റ്റുകൾ നടപ്പിലാക്കുന്നു. കുട്ടികളുടെ ഇത് പറഞ്ഞു. അതുപോലെ ഓപ്പറേഷൻ തൂഫാൻ വാരിയേഴ്സ്, പ്രധാനപ്പെട്ട സാമൂഹ്യ മത നേതാക്കളെയും മാധ്യമപ്രവർത്തകരെയും വെച്ചുകൊണ്ട് ഓപ്പറേഷൻ തൂഫാൻ വാരിയേഴ്സിൻ്റെ പരിപാടി നടത്തുന്നു. അങ്ങനെ വളരെ കൃത്യമായ ഒരുപാട് പരിപാടികൾ പ്ലാൻ ചെയ്ത് നടപ്പിലാക്കി വരുന്നു. വലിയ കയ്യടിയാണ് മാധ്യമങ്ങളിൽ നിന്നും സമൂഹത്തിൻ്റെ മധ്യത്തിൽ നിന്നും, പ്രത്യേകിച്ച് സ്ത്രീകളിൽ നിന്നും കുട്ടികളിൽ നിന്നും രമേശ് ചെന്നിത്തല നേടുന്നത് വലിയ കയ്യടിയാണ്. അത് ഒരു കാരണവശാലും നമുക്ക് പറയാതിരിക്കാൻ കഴിയില്ല. ഇതെല്ലാ കാലവും തുടരും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് കേരളത്തിൻ്റെ മണ്ണിൽ ലഹരിക്ക് നോ ലഹരി ഔട്ട് എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു DJ പാർട്ടി നടക്കട്ടെ, അതിലെതിർപ്പില്ല. അതുപോലെ തന്നെ ടൂറുകൾ നടക്കട്ടെ, അതിലെതിർപ്പില്ല. ഒന്നിലും എതിർപ്പില്ല. പക്ഷെ ലഹരി പദാർത്ഥങ്ങൾ കൃത്യമായി കണ്ടുപിടിക്കപ്പെട്ടാൽ അതിൽ നടപടി ഉണ്ടാകും എന്ന് വളരെ കൃത്യമായി രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രി പറഞ്ഞിട്ടുണ്ട്. അതിൽ കാരമണ്ണിൽ കയറി പരിശോധിക്കും, DJ പാർട്ടിയിൽ പരിശോധിക്കും, എവിടെ വേണോ കയറി പരിശോധിക്കും. അതിനകത്ത് യാതൊരു തർക്കവുമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും മനോഹരമായൊരു പ്രോജക്റ്റ്, കാരണം തലമുറകളെ ബാധിക്കുന്ന ഒരു വിഷയത്തിൽ ഇത്രയും കൃത്യമായി വളരെ കറക്റ്റായി ഒരു സ്റ്റെപ്പ് എടുത്ത തീർച്ചയായിട്ടും കേരള പോലീസിനെയും, അതേ പോലീസ് പിണറായിയുടെ കാലത്തുണ്ടായിരുന്ന അതേ പോലീസ് ഒരു ഓഫീസറെ പോലും പുതിയതായിട്ട് നിശ്ചയിച്ചിട്ടില്ല. അതാണ് ഭരണവ്യവസ്ഥയുടെ ഒരു പ്രത്യേകത. ഒരേ തരം ഉദ്യോഗസ്ഥരെ കൊണ്ട് തന്നെ രണ്ടും ചെയ്യിക്കാം. അഴിമതിക്ക് കൂട്ടുനിർത്തി തോന്നിയവാസങ്ങൾ കാണിപ്പിക്കാം, അവരെ തന്നെ ക്രിയാത്മകമായി പ്രയോജനപ്പെടുത്താം. അങ്ങനെ ക്രിയാത്മകമായി പ്രയോജനപ്പെടുത്തണമെങ്കിൽ വിഷണറിമാർ വേണം. അങ്ങനെയുള്ള വളരെ പ്രമുഖനായിട്ടുള്ളൊരു വിഷണറിയാണ് രമേശ് ചെന്നിത്തല. VD സതീശൻ അവർകളും രമേശ് ചെന്നിത്തല തമ്മിലുള്ള ഒരു രണ്ടുപേർ ഒരേ സമയം വന്നതുകൊണ്ടാണ്, അല്ലെങ്കിൽ രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രി ആകേണ്ടിയിരുന്ന ആളാണ്. 2 നേതാക്കൾ ഒരേ സമയം വരുമ്പോൾ സ്വാഭാവികമായിട്ടൊരു ചർച്ച വരും. അങ്ങനെ VD സതീശൻ ആണ് കുറച്ചുകൂടി, കഴിഞ്ഞ പ്രാവശ്യത്തെ പ്രതിപക്ഷ നേതാവായിരുന്നു,
പൈലറ്റ് ചെയ്തത് പിന്നെ തെരഞ്ഞെടുപ്പ് പൈലറ്റ് ചെയ്തത് വി ഡി സതീശനാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് വി ഡി സതീശന് അതിനൊരു അപ്പർ ഹാൻഡ് കിട്ടി, അല്ലെങ്കിൽ കിട്ടണം. അത് കുറച്ചുകൂടി ചെറുപ്പമാണ്. പല പല ഘടകങ്ങൾ വി ഡി സതീശന് അനുകൂലമായി വന്നു. എന്തായാലും അദ്ദേഹം മുഖ്യമന്ത്രിയായി. പക്ഷേ മുഖ്യമന്ത്രിയായെങ്കിൽ അദ്ദേഹത്തോടൊപ്പം നിന്നുകൊണ്ട് ആഭ്യന്തരമന്ത്രി എന്നുള്ള നിലയിൽ വലിയ സേവനമാണ് ആര് ചെയ്തുകൊണ്ടിരിക്കുന്നത്? നമ്മുടെ പിന്നെ രമേശ് ചെന്നിത്തല ചെയ്തുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിന് ഒരു ബിഗ് സല്യൂട്ട്. മാത്രമല്ല, അദ്ദേഹം വളരെ നിശബ്ദമായി അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിൽ ഓട്ടിസമൊക്കെ ബാധിച്ച കുട്ടികൾക്ക് വേണ്ടി മനോഹരമായ ഒരു പ്രോജക്റ്റ് നടപ്പിലാക്കുന്നുണ്ട്. സമ്പൂർണ്ണ സൗജന്യമാണ്, ഒരു പൈസയും വാങ്ങാതെ. ബസ് യാത്ര സൗജന്യം, ഭക്ഷണ സൗജന്യം, താമസ സൗകര്യം, ക്ലിനിക്കൽ സൗകര്യങ്ങൾ എല്ലാം സൗജന്യമാണ്. അത് യൂസഫ് അലിയെ പോലുള്ള അല്ലെങ്കിൽ ഈ ജുവലേഴ്സിന് നാട്ടിൽ പണമുള്ള ആളുകളിൽ നിന്ന് CSR പൈസയും അല്ലാതെയൊക്കെ വാങ്ങിയിട്ടാണ് ചെയ്യുന്നത്. വളരെ മനോഹരമായിട്ടാണ് അത് പോകുന്നത്. അതും അപ്പോൾ അദ്ദേഹത്തിന് കുട്ടികളോടും ആദിവാസികളോടും ഒക്കെ ഒരു പ്രത്യേക സ്നേഹം തന്നെയുണ്ട്. ആ സ്നേഹത്തിൻ്റെ പുതിയ പതിപ്പുമായി തമിഴ്നാട്ടിലേക്ക് പോവുകയാണ്. തമിഴ്നാട് ഗവൺമെൻറ്റിൻ്റെ, ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ഈ അമിത്ഷായുടെയും സഹായം അഭ്യർത്ഥിച്ച് കഴിഞ്ഞു. ഇനി തമിഴ്നാട്ടിലേക്കും കർണാടകത്തിലേക്കും, കർണാടക പ്രശ്നമില്ല, കോൺഗ്രസ് തന്നെ ഭരിക്കുന്നതാണ്, എളുപ്പമാണ്. പക്ഷേ എന്നാലും തമിഴ്നാട്ടിലേക്ക് പോകുന്നു, ചർച്ചകൾ നടക്കുന്നു. അങ്ങനെ ദളപതിയും അണ്ണനും ചേട്ടനും രമേശ് ചെന്നിത്തലയും കൂടെ ചേർന്നാൽ കേരളം തമിഴ്നാടും ഓപ്പറേഷൻ തൂഫാനും ഓപ്പറേഷൻ സിംഹവും ഒക്കെ നടക്കും. അവിടുത്തെ കുട്ടികളും രക്ഷപ്പെടട്ടെ.